ഹലോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അടിച്ചിട്ടും പരത്തിനും കുഴച്ചിട്ടും വരുന്ന സംഭവമാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ട. അപ്പോൾ അതിന് 4 പൊറോട്ട അവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 4 പൊറോട്ട 4 മണിക്ക് തന്നെ ഇരിക്കട്ടെ, ഇനി 4 മണിക്ക് ഒരുക്കി കേട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വായൻ്റെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വാട്ടാതെ വെച്ച് കഴിഞ്ഞാൽ വായൻ്റെ പൊട്ടിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ ഇതിന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മതി, ഇതിനെ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഇനിയൊരെല്ലാം എടുക്കാൻ പോകാമെന്നല്ല വിചാരിച്ചു. ആദ്യം 2 പൊറോട്ട അതിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബീഫിൻ്റെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറി ആയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, മസാല മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിന് മുകളിൽ ഒരു പൊറോട്ട വെച്ച് കൊടുത്തിട്ട് മുട്ട മസാല ആക്കിയിട്ടുണ്ടായിരുന്നു, അതും വെച്ചെടുത്തു. പിന്നെ ചിക്കൻ മസാല ആക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ആകെ 4 പൊറോട്ട ഉള്ളല്ലോ, ഇതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ മുട്ടൻ്റെ മസാലകളൊക്കെ വെച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടെ വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ മിക്സ് ആക്കിയിട്ട് വെച്ചെടുത്ത് ബീഫും മുട്ടൻ്റെ മസാലയും മിക്സ് ആക്കിയിട്ട് വെച്ചെടുത്ത്. പിന്നെ എല്ലില്ലാത്ത പീസ് മാത്രം കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലിൻ്റെ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ഇല്ലാത്ത പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഏതാണെങ്കിലും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചെടുത്ത്. ഇനി നമുക്കിത് എന്താണെങ്കിലും കീ കെട്ടണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വായൻ്റെ വാട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കീ കെട്ടുമ്പോൾ വായൻ്റെ പൊട്ടിപ്പോകുന്നുണ്ടേന്. അപ്പോൾ ഇതിനെന്താ പരിഹാരം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ കെട്ടിയത് തന്നെ വായൻ്റെ തണ്ടിനെ കൊണ്ടാണ് കീ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ നമ്മൾ കീ ഇവിടെ റെഡി ആയിട്ടിട്ട് ഇനി നമുക്കിത് എത്ര ടൈം വെക്കാൻ പറ്റുമോ അത്ര ടൈം വെക്കുക നല്ലത്. ഒന്ന് ആവിയിൽ വെച്ചെടുത്താലും ഒന്നും കൂടെ നല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ആവിയിലാക്കിയെടുക്കുക, എന്നാൽ പെട്ടെന്ന് ആയിക്കോളല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തത് രാവിലെ ഒരു 10 മണിയാകുമ്പോഴാണ്. പിന്നെ ഞാൻ വൈകിട്ട് 5:30ക്കാണ് ഇതെടുക്കുന്നത്. സത്യം പറയാച്ച ഇത് തുറക്കുമ്പോൾ ആ വായൻ്റെ സ്മെല്ലും ബീഫിൻ്റെതോ നമ്മളെ മുട്ടൻ്റെതും പൊറാട്ടിൻ്റെ സ്മെല്ലും ഒക്കെ പാടിയിട്ട് നമുക്ക് വായിന്ന് വെള്ളം വരുന്നു പറയാം. അത്ര ടേസ്റ്റുള്ള സ്മെല്ലുണ്ടായിരുന്നു. തിന്ന് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നല്ലേ പൊറാട്ട കിട്ടുമ്പോൾ എപ്പോഴും കറി വെച്ച് തിന്നാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് നമ്മളെ മക്കൾക്കൊരു വെറൈറ്റി ആയിക്കോളൂ, എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അവർ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം. ഫസ്റ്റ് തന്നെ ഞാൻ ടേസ്റ്റ് അറിയാൻ വേണ്ടി കുറച്ച് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പൊന്നും കുറച്ച് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 4 പൊറാട്ട ഉള്ളല്ലോ എന്ന് ആലോചിച്ചിട്ട് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടിയില്ല. പൊറോട്ടക്ക് അങ്ങനെ പ്രത്യേകത. പിന്നെ വിശക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ. നമ്മൾ 4 മണിക്കാണ് ചായ കുടിക്കണമെന്ന് പറഞ്ഞാലും കുടിച്ചിട്ട് നമ്മൾ അധികം 4 മണിക്ക് ഒരിക്കലും കൃത്യം ചായ കുടിക്കില്ല. ഒന്നെങ്കിൽ 5 മണി 5:30 6 മണി അങ്ങോട്ടേ പോലുള്ളൂ. ആ പതിവ് ഇന്നായിട്ട് തെറ്റിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇന്നും 5:30 ആയിട്ടുണ്ട് നമ്മൾ ചായ കുടിക്കും കേട്ടോ. സനുവിൻ്റെ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളെന്നും ചായ കുടിക്കൽ. അതുപോലെ തന്നെ ഇന്നും. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ വിറ്റേറ്റാ.